ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. സായി കമ്പാരിസൺസ് പാർട്ട് 38. നിരന്തരമായ നാമസ്മരണയും ധ്യാനവും കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമവും രൂപവും ഈശ്വരൻ സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളാണ് ഈശ്വരന് നാമവും രൂപവും നൽകുന്നത്. അതുകൊണ്ട് നാമവും രൂപവും മാറ്റാതിരിക്കുക. ഒരേ രൂപത്തിലും നാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താമസമോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് നിരാശരാകാതെ ഇരിക്കുക. ഏറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്ന ഇല്ലെന്നു കരുതി വിഷമിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ബാലൻസ് കിട്ടുകയില്ല. ഒരു മൈതാനത്തിൽ അത് ഉന്തിയും തള്ളിയും ചാടിയും നടന്നും പലതവണ വീണും നിങ്ങൾ അത് പരിശീലിച്ചതിന് ശേഷമാണ് സൈക്കിൾ ചവിട്ടുവാനുള്ള സാമർഥ്യം നേടുന്നത്. ബാലൻസ് നിലനിർത്തുവാൻ നിങ്ങൾ സ്വയം പ്രാപ്തി നേടുന്നു. ഈശ്വരാനുഗ്രഹം റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന സംഗീതം പോലെയാണ്. അത് നിങ്ങളുടെ ചുറ്റും എല്ലായിടത്തുമുണ്ട്. നിങ്ങൾ റിസീവർ ഉപയോഗിച്ച് സമാനമായ ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ സംഗീതം കേൾക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കൂ. ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ അത് ലഭിക്കുവാൻ കുറച്ചെങ്കിലും ആത്മീയ സാധനകൾ ചെയ്യുക. നിങ്ങൾ ഒരാളുടെ ഫോണിൽ വിളിച്ചാലും മറുവശത്തുള്ള ആൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. അതുപോലെ ഈശ്വരൻ നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കുവാനും കരുണയുള്ള ഹൃദയമില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം ഈശ്വരൻ അംഗീകരിക്കുകയില്ല. ഈശ്വര പ്രേമം ലഭിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. മനുഷ്യ ജീവിതം അന്നത്തിൽ നിന്നും ആനന്ദത്തിലേക്കുള്ള ഒരു യാത്രയാണ്. എന്തുകൊണ്ടാണ് ഈ ആനന്ദം നേടുവാൻ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നു. ആനന്ദം ഈ പ്രപഞ്ചത്തിലും മനുഷ്യൻ്റെ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ പാലിൽ വെണ്ണ ഓരോ തുള്ളിയിലും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും പാല് ഉറച്ച് തൈരാക്കി കടഞ്ഞെടുത്താൽ മാത്രമേ വെണ്ണ ലഭിക്കുകയുള്ളൂ. അതുപോലെ ശരിയായ സാധനകൾ അനുഷ്ഠിച്ചാൽ മാത്രമേ ഈ ആത്മീയമായ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് മനുഷ്യൻ അന്നമയ പ്രാണമയ തത്വങ്ങളെക്കുറിച്ച് മാത്രമാണ് ബോധവാനായിരിക്കുന്നത്. മനോമയ തത്വത്തിൽ വികസനത്തിൽ പോലും മനുഷ്യൻ എത്തിയിട്ടില്ല. ശരീരം അന്നമയത്തെയും പ്രവൃത്തികളും ചലനവും പ്രാണമയത്തെയും പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തേതായ മനോമയ തത്വം മനസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. നാലാമത്തേത് വിജ്ഞാനമയ തത്വവും അതിനപ്പുറത്ത് ആനന്ദമയ തത്വവുമാണ് ഉള്ളത്. ഈ മഹത്തായ ജീവിതയാത്രയിൽ മനുഷ്യൻ 2 സ്റ്റേഷനുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ. അയാൾക്ക് അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. വിജ്ഞാനമയമായ തലത്തിൽ എത്തിയ ശേഷം മാത്രമേ അയാൾക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മനുഷ്യൻ ഭൗതിക തലത്തിലെ നശ്വരമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകുന്നതുകൊണ്ട് അയാൾക്ക് തൻ്റെ ഉള്ളിൽ സഹജമായി കുടികൊള്ളുന്ന ശാശ്വതമായ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ഏറ്റവും വലിയ അസുഖം അശാന്തിയാണ്. മനസ്സിന് ശാന്തി ലഭിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവനവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയെ ജാഗ്രതയോടെ നിരീക്ഷിക്കണം. നിങ്ങൾ അഴുക്ക് കളയുവാൻ വസ്ത്രങ്ങൾ കഴുകുന്നത് പോലെ മനസ്സിനെ മലിനമുക്തമാക്കുവാൻ നിരന്തരം ശ്രമിക്കണം. അല്ലെങ്കിൽ മാലിന്യം അടിഞ്ഞുകൂടി അതൊരു ശീലമായി തീരും. അത്
നിങ്ങളാകുന്ന അലക്കുകാരന് പ്രയാസവും മനസ്സാകുന്ന വസ്ത്രത്തിന് കേടും ഉണ്ടാക്കുന്നു. വൃത്തിയാക്കൽ ഒരു ദൈനംദിന കർമ്മമാണ്. മനസ്സിൽ ഒരു മാലിന്യവും അടിഞ്ഞുകൂടുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മാലിന്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടിൽ നിന്നും വിട്ടുനിൽക്കണം. അസത്യം, അനീതി, അച്ചടക്കരാഹിത്യം, ക്രൂരത, വെറുപ്പ് ഇവയാണ് മാലിന്യങ്ങൾ. സത്യ, ധർമ്മ, ശാന്തി, പ്രേമം, അഹിംസ എന്നീ ഗുണങ്ങളാണ് നിർമ്മലമായ ഘടകങ്ങൾ. നിങ്ങളുടെ ഹൃദയം ഒരു കണ്ണാടി ചിമ്മിനി പോലെ ആയിരിക്കണം. അതിനുള്ളിൽ ജ്വലിക്കുന്ന ആത്മീയ ജ്യോതി ബാഹ്യലോകത്തെ പ്രകാശമാനമാക്കണം. ആന്തരികമായ പ്രവണതകളോട് പ്രതികരിച്ചുകൊണ്ട് ബാഹ്യലോകം സേവനം, സഹതാപം, പരസ്പര സഹായം എന്നിവയിലേക്ക് നയിക്കപ്പെടണം. ഇപ്പോൾ വേദാന്ത സത്യങ്ങൾ ഒരു പൊതുദർശനത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത് പോലെ ആണ്. വേദിയിൽ വേഷങ്ങൾക്ക് അനുയോജ്യമായ വേഷഭൂഷാദികൾ അണിയുന്നു. നാടകം തീരുമ്പോൾ നടൻ ആ വേഷം അഴിച്ചുമാറ്റുന്നു. ആളുകൾ വേദാന്ത സത്യങ്ങളിൽ എല്ലായ്പ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് ആത്മീയ ആനന്ദം അനുഭവിക്കുവാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു തത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃത്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി ഇല്ല. ഇത് വിദ്യാർത്ഥിക്കും ഗൃഹസ്ഥർ, ഗൃഹനായകർ, ഗൃഹനായിക തുടങ്ങി എല്ലാവരെക്കുറിച്ചുമുള്ള പരമാർത്ഥമാണ്. സൽഗുണങ്ങൾ സ്വഭാവത്തിൽ നിന്ന് തന്നെ വളർത്തണം. സ്വഭാവനത്തിൽ നിന്ന് ഉണ്ടാകുന്ന സൽഗുണങ്ങൾ എന്നേക്കും നിലനിൽക്കും. ഓരോ അംഗവും തൻ്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. ഓരോരുത്തരും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ അന്വേഷിക്കണം. ഈ നിലപാടിൽ ഉറച്ചു നിന്നാലേ അത് സ്വഭാവമായി തീരുകയുള്ളൂ. ഒരു പാത്രത്തെ കമഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അതിലെങ്ങനെ വെള്ളം നിറയ്ക്കും? അത് നേരെ വെച്ചാലേ വെള്ളം നിറയ്ക്കുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ നല്ല നിലപാടുകൾ സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഓരോ പാഠവും കൃത്യനിഷ്ഠയോടെ പഠിക്കുകയും പരിശ്രമത്തിലൂടെ പരിശീലിക്കുകയും ചെയ്താൽ മാത്രമേ അത് വിജയം നേടിത്തരികയുള്ളൂ. ജയ് സായിരാം.